പവർ ഫാമിലി യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പ് ഉണ്ടയാണ്. ഗോതമ്പ് ഉണ്ട ഇതിൻ്റെ പേരൊന്നും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഗോതമ്പ് ഉണ്ടെന്ന് ഞങ്ങൾ പറയണേ. അപ്പോൾ ഇതിന് കുറച്ച് ഗോതമ്പ് പൊടി വേണം. ഞങ്ങൾ ഇത് ഫുള്ളും കൊട്ടും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി നിങ്ങൾ എടുക്കാം. ഞങ്ങളുടെ ഇവിടെ കുറച്ച് പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് ഞാനല്ല, എൻ്റെ അമ്മയാണ്. എനിക്കിതിനെ കുറിച്ചൊരു തേങ്ങയും മാങ്ങയും അറിയില്ല എന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി ഇതിന് 5 ചേരുവകളാണ് വേണ്ടത്. 5 ചേരുവകൾ മാത്രം മതി. അതും നമ്മുടെ വീട്ടിൽ ഉള്ള ചേരുവകളാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ? ബാ. ഇതാണ് എൻ്റെ അമ്മ. അപ്പം എൻ്റെ അമ്മ ഇതാണ്, അമ്മയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് പേരുടെ ഡൗട്ടാണ്, കുട്ടികൾ മാത്രമാണോ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാണ് കുറച്ച് പേരുടെ ഡൗട്ട്. അല്ല ഗൈസ്, ഞങ്ങളുടെ മുതിർന്നവർക്ക് ഉണ്ട് കണ്ടത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതിലോട്ട് തേങ്ങ ആഡ് ചെയ്തു. ഗോതമ്പൊടി കൊട്ടിട്ട് തേങ്ങ ആഡ് ചെയ്യണം. എന്നെ തിരുത്തും ഗൈസ് എൻ്റെ അമ്മ. പറയാ ഇതൊരു മൂടി അല്ല, ഫുൾ തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു തേങ്ങയാണ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞങ്ങളിപ്പോൾ നല്ലപോലെ തിന്നും എല്ലാം. അതുകൊണ്ട് ഞങ്ങൾ ഫുൾ തേങ്ങയും കൊട്ടി. ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ കുറച്ച് പേരുടെ ഡൗട്ടാണ്, കുട്ടികൾ മാത്രമാണോ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നതെന്ന്. അല്ല, ഞങ്ങൾ പേരൻസിൻ്റെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ വീഡിയോ മാത്രമേ ഞാൻ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അമ്മയാണ്. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് മാത്രം. തേങ്ങ ഇട്ടു. ഇനി പഞ്ചസാര ഞങ്ങൾ പഞ്ചസാര ആവശ്യത്തിന് ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടും. ഞങ്ങൾ മധുരത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ അമ്മ. അപ്പം ഇതോടെ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാരണം കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ അക്കൗണ്ട് ആണോ എന്നല്ല. ഞാൻ വീഡിയോ എടുക്കണമെന്ന് മാത്രം. കാരണം അമ്മയ്ക്ക് ചില സമയത്ത് വീഡിയോ ഒന്നും വരില്ല. അപ്പോൾ ഞങ്ങൾ മേമ, വല്യമ്മ, ചാച്ചൻ, പിന്നെ വലിയച്ഛൻ, മാമൻ, അങ്ങനെ ഫാമിലി യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഫാമിലിയോടുകൂടി ചെയ്യുന്നതാണ്. ഒരുപാട് പേരുണ്ട്. പഞ്ചസാര ഇട്ട് കാണിച്ചില്ലല്ലോ അല്ലേ, സോറി ഗൈസ്, പറഞ്ഞു പോയി. ഇതാ പഞ്ചസാര കുറച്ച് കൂടുതൽ ഇട്ടോ, എനിക്ക് വേണം പഞ്ചസാര. പിന്നെ ഏലക്കായ ഇടാം, പക്ഷേ ഏലക്കായ ഞാൻ ഇടുന്നില്ല. 5 ചേരുവകൾ: ഗോതമ്പ് പൊടി, തേങ്ങ, ഏലക്ക, പഞ്ചസാര, ചൂടുവെള്ളം. ഇത്രയാണ് വേണ്ടത്. ബട്ട് ഏലക്കായ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഏലക്കായ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇനി പായസത്തിലായാലും ഒന്നിനും ഞാൻ ഏലക്കായ തിന്നാറില്ല. ഇത് വന്നിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. വെള്ളം നല്ല ചൂടുണ്ട്. ഒരുപാട് ചൂടോടെ എടുത്ത് ഒഴിച്ചുള്ള അവസ്ഥ പറയില്ല. ഇനി ചൂടുവെള്ളം ഒഴിക്കുക. അതാ ചൂടുവെള്ളം ഒഴിക്കുക. പിന്നെ സ്പൂണും കൊണ്ട് കുഴക്കണേ. ഇപ്പം ഓഫാക്കിയുള്ളൂ, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇതോടെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയല്ലോ അല്ലേ. ഞങ്ങൾ കുട്ടികളല്ല അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അനിയത്തി ആയാലും അവരുടെ അമ്മമാരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്. വീഡിയോ എടുത്തു കൊടുക്കുന്നതൊക്കെ അമ്മയാണ്. അപ്പോൾ വോയിസ് മാത്രം ഞാൻ ഇടുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതൊക്കെ അമ്മയാണ്. കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, കുട്ടികൾ മാത്രമാണ് വീഡിയോ ചെയ്യുന്നതെന്ന്. അല്ല, പൂർണ്ണമായും അച്ഛനും അമ്മേൻ്റെയും സപ്പോർട്ട് കൂടി തന്നെയാണ്. അവരാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ. വീഡിയോ നന്നായിട്ടില്ലെങ്കിലൊക്കെ അവരാണ് പറയുക. പിന്നെ ബന്ധുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കും കേട്ടോ വീഡിയോ, എന്നിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യുള്ളൂ. മീൻസ് ഈ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കൊക്കെ അയച്ചു കൊടുക്കും, എന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഞങ്ങൾക്ക് മേൽനോട്ടം ഇട്ടെന്ന് മനസ്സിലാക്കുക. അമ്മ നോക്കണം. ചൂടുവെള്ളം ഗോതമ്പ് പൊടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ടിവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ടി വി അവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അനിയനുണ്ട്. ഗോതമ്പ് പൊടിൻ്റെ ആ പച്ചപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്, പച്ച ഒരു ഇതുണ്ടാവും, അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചൂടുവെള്ളം ഒഴിക്കുന്നത്. കുഴയ്ക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് ഗൈസ്. അപ്പോൾ ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഒന്ന് കുഴയ്ക്കട്ടെ, കാരണം വന്നിട്ട് ഞാനും കൂടി സഹായിക്കാം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ. അച്ഛനുണ്ട് കേട്ടോ, അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണേ. അപ്പോൾ ഒന്ന് കുഴയ്ക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അമ്മ വന്നിട്ട് കൈ കഴുകിട്ടേ വന്നിട്ട് പോയതാണ്. കൈ ഫുള്ള് ഒട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു പരുവമാണ് വേണ്ടത്. നമ്മുടെ ചപ്പാത്തി കഴിക്കണ പോലെ തന്നെ കയ്യിലൊന്നും ഒട്ടുന്നില്ല, പക്ഷെ ഉരുണ്ട് പിടിക്കുമ്പോൾ ഒട്ടിക്കോളും. അപ്പോൾ കേട്ടോ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഒട്ടുന്നുണ്ട്, കണ്ടോ, ഒട്ടുന്നുണ്ട്. അമ്മ കൈ കഴുകി വരട്ടെ കേട്ടോ. ഇനി ഓയിൽ ഒഴിക്കാം. ഇതാട്ടോ അമ്മ വന്ന് കൈ കഴുകിയിട്ട് അമ്മ വന്ന്. ഉരുണ്ടയൊന്നും പിടിച്ചിട്ടില്ല, അപ്പം തന്നെ പിടിച്ചിടുന്നൊരു ഇതാണ്. ഞങ്ങൾ ചട്ടി ചൂട് പിടിച്ചിട്ട് എണ്ണ ഒഴിക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണത്, നിങ്ങൾക്ക് വേണ്ടത്ര ഒഴിക്കാം കേട്ടോ. ഇത് മുങ്ങി കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഞങ്ങൾ മുങ്ങിയൊന്നും കിടക്കണം, ഞങ്ങൾക്ക് അത്ര ഓയിലൊന്നും വേണ്ട, മതി. ഇതൊക്കെ ധാരാളം ഗൈസ്, ഇതൊക്കെ ധാരാളം. നിങ്ങൾക്കൊക്കെ ഇത് മതി കേട്ടോ. അത്ര ഓയിലൊന്നും ചേർത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് എനിക്കതൊന്നും ഇഷ്ടമല്ല. പിന്നെ ഓയിലൊക്കെ ചൂടാവട്ടെ കേട്ടോ. ഇതമ്മ. അപ്പോൾ ഗൈസ് ഇത് തുടങ്ങി. കയ്യിൽ ഒട്ടാതിരിക്കാൻ അല്പം പച്ചവെള്ളത്തിൽ കഴിഞ്ഞിട്ട് ഉരുണ്ട കൊടുത്തിട്ട്
ഇപ്പോൾ ഇത് ഉരുണ്ട പിടിക്കാൻ കേട്ടോ, കയ്യിലൊട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ വലുത് കുറച്ചുകൂടി പൊങ്ങി വരും, അത് വേറെ വിഷയം. അപ്പോൾ ഈ ഒരു പരുവം അമ്മ ഇടാൻ പോവാണ് എണ്ണയിൽ. അപ്പം അമ്മനെ ഇതുവരെ വീഡിയോ കാട്ടിയിട്ടില്ല, ഇപ്പോഴാണ് കാട്ടുന്നത് കേട്ടോ. കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടാവും കുട്ടികളുടെ അക്കൗണ്ട് ആണോ എന്ന്. ഒരിക്കലും ഇല്ല, ഇത് എൻ്റെ അമ്മൻ്റെ ഫോണിൽ അമ്മ തുടങ്ങിയ അക്കൗണ്ട് അല്ല, ഫാമിലി തുടങ്ങിയ അക്കൗണ്ട് നോക്കണം, ഫാമിലി തുടങ്ങിയ അക്കൗണ്ട്. ഞങ്ങൾ വീഡിയോ ഇടുന്നത് മാത്രം. ഓക്കെ, ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരുമ്പോഴാണ് നമ്മൾ എടുത്ത് ഇതിലോട്ട് ഇടണ്ടേ. ബ്രൗൺ ആയിട്ട് വരുമ്പോൾ എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ ഉണ്ടാക്കുമ്മ ചെറുതാക്ക്, ചെറുതാക്കാൻ പറയാൻ കാരണം കുറച്ച് പൊന്തി വരും. ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും കുറച്ചൊന്നും ഇതായി വരും, അതുകൊണ്ടാണ് ചെറുതാക്ക് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളർ വരും. മണമൊന്നും പ്രത്യേകിച്ചില്ല, ഞാൻ മണത്ത് നോക്കും, മണമൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് കേട്ടോ. എണ്ണയ്ക്ക് എത്ര മതി, ഇത് മുങ്ങി കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്ര മതി. അത്യാവശ്യം മുങ്ങി കിടക്കുന്നുണ്ട്, അതൊക്കെ മതി. ഉണ്ടയൊക്കെ നേരത്തെ പിടിച്ച് വെക്കും ചിലവർ, ഞങ്ങൾ അപ്പം ചെയ്യുന്നൊരു ഇതാണ്. അതുകൊണ്ട് ഇതൊന്ന് കറക്റ്റായി വരും കേട്ടോ. ഇപ്പോൾ ഈ പരുവത്തിൽ വേണം, ഈ പരുവത്തിൽ വേണം ഇതെടുക്കാൻ. ഈ ഒരു പരുവം ഇങ്ങനെ ചുവക്കണം. ബ്രൗൺ ആണ് ഇത്, ബ്രൗൺ കളറാണ്, ബ്രൗൺ കളർ ആവണം. ടേസ്റ്റിയൽ പരിപാടി മാത്രമേ എൻ്റെ വകയുള്ളൂ, ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. സാധാരണ ഞാനും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ചൂടുവെള്ളത്തിലൊക്കെ കുഴയ്ക്കുമ്പോൾ സൂക്ഷിച്ച് കുഴക്കണം കേട്ടോ, പറയാൻ മറന്നു പോയതാണ്. അപ്പോൾ അനിയൻ മണം കേട്ട് വന്നതാണ്, അല്ല മണം കേട്ടല്ല, മണം എന്താക്കിയിട്ട് വന്നു. ഇതാട്ടോ നല്ല ചുവന്ന തുടുത്ത നമ്മുടെ സ്വന്തം അയനാഥിൻ്റെ, അല്ല അനിയൻ്റെ പേര് അയനാഥ് എന്നാണ്, അച്ഛൻ വിളിച്ചാണ്. ടിവിൻ്റെ സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്കിതെല്ലാം അങ്ങനെ റെഡിയാക്കാം. ഗുലാബ് ജാം മാരി ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇത് ഗുലാബ് ജാം തിന്നാൻ പോയി എനിക്കിങ്ങനെ കിട്ടണം. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ, ഇതിൻ്റെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ചൂടുണ്ട്, പൊളിച്ച് കാണിക്കണം എന്നുണ്ട്, ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ ചൂട് പോയിട്ട് നമുക്ക് പൊളിക്കാം. സ്പോഞ്ച് പോലെ ഉണ്ട് കേട്ടോ, ചൂടുവെള്ളത്തിൽ കുഴച്ചതുകൊണ്ടാണ് സ്പോഞ്ച് പോലെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടും റെഡി ആയിട്ടുണ്ട്. ആണ് എൻ്റെ അച്ഛൻ കേട്ടോ. അച്ഛൻ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ഇതാ ഞാൻ അച്ഛന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ, പേര് സുരേഷ് എന്നാണ്. ഇതെൻ്റെ അമ്മ സുമിത കേട്ടോ. അപ്പോൾ ഇവരൊക്കെ കൂടിയാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.